السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 249 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ അവരമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 249 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം റാ തിൽക ആയാതുൽ കിതാബ് والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون. الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون. وفي الأرض قطع متجاورات وجنات من أعناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. وإن تعجب فعجب قولهم أئذا كنا ترابا أئنا لفي خلق جديد أولئك الذين كفروا بربهم وأولئك الأغلال في أعناقهم وأولئك أصحاب النار هم فيها خالدون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റാഅദ്, അതിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 13-ാം ജുസ്ഇൽ 249 പേജ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖോടുകൂടെ പുതിയൊരു സൂറ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. പരിശുദ്ധമായ സൂറത്തുർ റാഅദ്. റാഅദ് എന്നാണ് ഈ സൂറയുടെ പേര്. റാഅദ് എന്ന് പറഞ്ഞാൽ ഇടി എന്നാണ് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ഇടിയും മിന്നലും ഇടിത്തിയുമൊക്കെ മനുഷ്യരെ എന്നും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന പ്രതിഭാസങ്ങളാണ്. ഈ സൂറത്തിലെ 12-13 ആയത്തുകളിൽ ഈ ഇടിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറക്ക് ഈ പേര് വരാൻ കാരണം. 43 ആയത്തുകളാണ് ഇതിലുള്ളത്. 865 പദങ്ങളുണ്ട്. 3506 അക്ഷരങ്ങളും ഉണ്ട്. നൂൻ, ഖാഫ്, റാ, ദാല്, ഐന്, ബാ, ലാം, ഈ 7 ഒരക്ഷരത്തിലാണ് ഇതിലെ ആയത്തുകൾ അവസാനിക്കുന്നത്. ഐനിൽ അവസാനിക്കുന്ന ഒരൊറ്റ ആയത്തേ ഉള്ളൂ 26-ാമത്തെ ആയത്ത്. കുറേ ആയത്തുകൾ നൂനിലാണ് അവസാനിക്കുന്നത്. അവിടെയൊക്കെ ആ നൂനിന് മുമ്പ് വാവ് എന്ന അക്ഷരമാണ് ഉള്ളത്. വേറെ കുറേ ആയത്തുകൾ ബായിൽ അവസാനിക്കുന്നുണ്ട്. എന്നാൽ അതിന് മുമ്പൊക്കെ അലിഫാണ് ഉള്ളത്, ഒരു ആയത്തിലൊഴികെ, 28-ാമത്തെ ആയത്തിലൊഴികെ. ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചതാണ്, മദനിയാണ് എന്നർത്ഥം. മക്കയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായമുണ്ട്. അതായത് ഈ അധ്യായം മക്കിയാണോ മദനിയാണോ എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നർത്ഥം. ഒരു വിഭാഗം മുഫസ്സിറുകൾ മക്കിയാണ് എന്ന് പറയുമ്പോൾ മറ്റു പലരെയും മദനിയാണ് എന്നാണ് സ്ഥിരീകരിക്കുന്നത്. സൂറത്തിൻ്റെ പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മക്കിയാണെന്നാണ് മനസ്സിലാകുന്നത്. തൗഹീദും അതിനോടനുബന്ധിച്ച അടിസ്ഥാന വിഷയങ്ങളുമാണ് മക്കിയായ സൂറകളുടെ പൊതുവായ മുദ്ര, അല്ലേ, അല്ലെങ്കിൽ പൊതുവായൊരു രീതി, സ്വഭാവം എന്ന് നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി
സൂറത്തുർ റായതിൻ്റെ ഉള്ളടക്കം നോക്കാം. ആദ്യ ആയത്തു തന്നെ ജനങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നില്ലെന്നാണ് പറയുന്നത്. തൊട്ടടുത്ത ആയത്തിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അങ്ങനെ പാരത്രിക ജീവിതം ദൃഢമായി അംഗീകരിക്കാനും ആഹ്വാനം നൽകുകയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, നദികൾ, വൃക്ഷങ്ങൾ, ഫലങ്ങൾ, കായ്ക്കനികൾ തുടങ്ങിയവ സംവിധാനിച്ചത്, ഇതൊക്കെ ചിന്തിച്ച് അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ആഹ്വാനമാണ് സൂറയുടെ ആദ്യ ഭാഗം. പിന്നെ ഗർഭസ്ഥ ശിശുക്കളുടെ സൃഷ്ടിപ്പ്, അള്ളാഹുവിൻ്റെ അദൃശ്യജ്ഞാനം, മേഘങ്ങൾ, ഇടി, മിന്നൽ തുടങ്ങിയവയെക്കുറിച്ചും പരാമർശമുണ്ട്. അതുപോലെ തന്നെ ബിംബാരാധനയുടെ ഫലശൂന്യതയും നിരർത്ഥകതയും വിശദീകരിക്കുന്നുണ്ട്. സത്യവിശ്വാസികളായ ആളുകളുടെ അന്തിമ താമസ കേന്ദ്രമായ സ്വർഗം, നിഷേധികളുടെ സങ്കേതമായ നരകം, ഇവയെക്കുറിച്ചും പരാമർശമുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മക്ക കാലഘട്ടത്തിലെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഈ സൂറയിലെ 113-ാമത്തെ ആയത്തിൽ, ഈ സൂറയിൽ 13-ാമത്തെ ആയത്തിൽ ഇടി അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ പേര് വന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പലർക്കും ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇടിയും മിന്നലും ഇടുത്തിയുമൊക്കെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിശാസ്ത്രമോ ഗോളശാസ്ത്രമോ വാനശാസ്ത്രമോ ഒന്നും ഇല്ലാതിരുന്ന കാലത്തു തന്നെ ഇടിയും മിന്നലും ഖുർആനിൽ ചർച്ചാ വിധേയമായി എന്നത് വളരെ അത്ഭുതകരമാണ്, ശ്രദ്ധേയമാണ്. ഇന്നിപ്പോൾ ആധുനിക ശാസ്ത്രം ഈ ഒരു ഇടിയും മിന്നലിനെ കുറിച്ചൊക്കെ പല വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമാണ് എന്ന് പറയാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ കാര്യത്തിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു. കേവലം 2.5 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഏറ്റവും ആദ്യമായി ഇത് സംബന്ധമായ ഗവേഷണം നടത്തിയത്. അതായത് അന്തരീക്ഷ വൈദ്യുതിയുടെ ഡിസ്ചാർജ്, അതായത് വിസർജനം മൂലമുണ്ടാകുന്ന പ്രകാശമാണ് മിന്നലെന്നും അതിൻ്റെ ശബ്ദമാണ് ഇടിനാദം എന്നുമാണ് ശാസ്ത്രം, സയൻസ് എന്ന് പറയുന്നത്. അതായത് മേഘങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ മേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്കോ വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്നാൽ വളരെ കൂടിയ വോൾട്ടേജിൽ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. അതാണ് ഇടിമിന്നൽ. കാർമേഘ പടലങ്ങളിൽ സൂക്ഷ്മമായ ഒട്ടേറെ ജലഗണങ്ങളുണ്ടെന്നും പോസിറ്റീവോ നെഗറ്റീവോ ആയ വൈദ്യുത ചാർജ് ഇവയ്ക്ക് ഓരോന്നിനും ഉണ്ടെന്നും സയൻസ് പറയുന്നുണ്ട്. കോടിക്കണക്കിന് ജലഗണങ്ങൾ പരസ്പരവും വായുകണങ്ങളുമായും കൂട്ടി ഉരസി ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് ഇങ്ങനെ മേഘങ്ങൾ ചാർജ് ചെയ്യാൻ കാരണം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിത് വേഗം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഒരു ബലൂണിൽ ഇങ്ങനെ ഉരസിയാലോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ ചീർപ്പോ ഒക്കെ എടുത്തിട്ട് തലമുടിയിൽ ഇങ്ങനെ ഉരച്ച് നോക്കിയാലോ അതിലൊരു ഇലക്ട്രിസിറ്റി ഉണ്ടായി വരുന്നത് കാണാം. ഒരു പേപ്പർ പീസ് എടുത്തിട്ട് നമ്മൾ തലയിൽ ഉരസിയ ആ ചീർപ്പെടുത്ത് ആ പേപ്പറിൻ്റെ അടുത്തേക്ക് വെച്ചാൽ ആ പേപ്പർ ഈ ചീർപ്പിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഘർഷണം മൂലമുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇലക്ട്രിക്കലി ചാർജ് ചെയ്ത മേഘങ്ങളാണ് ഇടിമിന്നലുണ്ടാക്കുന്നത്. സാധാരണ മേഘത്തിന് മുകൾ ഭാഗത്ത് പോസിറ്റീവായും താഴ്ഭാഗത്ത് നെഗറ്റീവായുമാണ് മേഘങ്ങൾ ചാർജ് ആവുന്നത്. അതായത് നെഗറ്റീവ് ചാർജ് കണങ്ങൾ അടിഭാഗത്തുണ്ടാവും, പോസിറ്റീവ് ചാർജ് കണങ്ങൾ മേഘത്തിൻ്റെ മുകൾ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ മേഘങ്ങളുടെ താഴെയുള്ള ഈ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജുള്ള ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പതിക്കാനുള്ളൊരു പ്രവണത ഇങ്ങനെ ഉണ്ടാകുവാനും അതിനൊരു ടെൻഡൻസി ഉണ്ടാവും. ആ നെഗറ്റീവ് ചാർജ് ഭൂമിയുടെ മുകളിലുള്ള പോസിറ്റീവ് ചാർജിലേക്ക് ഇങ്ങനെ പതിക്കാൻ, അതുമായി കണക്റ്റ് ആവാൻ ഈ പ്രവണത നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഉയരത്തിലിരിക്കുന്ന ഒരു ടാങ്കിൽ ഉള്ള വെള്ളത്തിന് താഴേക്ക് പതിക്കാനുള്ള ആ ടെൻഡൻസി പ്രവണത പോലെയാണ്. ഉയരത്തിലിരിക്കുന്ന വെള്ളത്തിന് ഒഴുകാൻ ഒരു വഴി അങ്ങ് കിട്ടിയാൽ അതങ്ങ് താഴെ വരുമല്ലോ എന്നതുപോലെ കാർമേഘങ്ങൾ സമയം ചെല്ലും തോറും തണുത്തു വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് നെഗറ്റീവ് ചാർജ് അടിയിൽ കൂടിക്കൂടി വരികയും ചെയ്യും. ഈ വർദ്ധിച്ചു വരുന്ന നെഗറ്റീവ് ചാർജുകൾ, അതായത് ഇലക്ട്രോണുകൾ, തിങ്ങി നിൽക്കുന്ന വായുവിനെ ഭേദിച്ച് അതിവേഗം അതിശക്തമായി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. എന്തിന്? ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പോസിറ്റീവ് ചാർജുമായി സന്ധിക്കാൻ. ആ സമയത്ത് വായുവിലുള്ള അണുക്കൾ ചൂട് പിടിച്ച് വരകളെപ്പോലെ പ്രകാശരൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അതാണ് മിന്നൽ. ആ താഴേക്ക് പ്രവഹിക്കുന്ന ആ സമയത്ത് വായുവിൽ അണുക്കൾ ഉണ്ടാവുമല്ലോ, അത് ചൂട് പിടിച്ചിട്ട് വരകൾ പോലെ, മിന്നൽ നമ്മൾ കാണുന്നത് വരകളാണ്, ലൈറ്റിൻ്റെ വരകൾ.
അപ്പോൾ വരകളെപ്പോലെ പ്രകാശരൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അതിനാണ് നമ്മൾ മിന്നൽ എന്ന് പറയുന്നത്. അതേസമയം വായുവിനേക്കാൾ കുറഞ്ഞ പ്രതിരോധമുള്ള എന്തെങ്കിലും ഒരു വഴി കിട്ടുകയാണെങ്കിൽ ഈ വൈദ്യുതി അതുവഴി പ്രവഹിക്കുകയും ചെയ്യും. വായുവിനേക്കാളും കുറഞ്ഞ പ്രതിരോധമുള്ള എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ കൂടി വരും. അപ്പോൾ അത് പക്ഷേ ഒരു മനുഷ്യനാവാം, ഒരു മനുഷ്യ ശരീരമാവാം, ചിലപ്പോൾ മരങ്ങളാവാം, ചിലപ്പോൾ ലോഹത്തിൻ്റെ തൂണുകളാവാം. അങ്ങനെയാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ വൈദ്യുത ഇതിങ്ങനെ പ്രവഹിക്കുന്ന സമയത്ത് പിന്നെ വായുവിനേക്കാൾ കുറഞ്ഞ പ്രതിരോധമുള്ള എന്ത് കിട്ടിയാലും അതിലൂടെ പാസ്സാവും. അതാണ് ചിലപ്പോൾ മരങ്ങളൊക്കെ കരിഞ്ഞു പോകുന്നത്. ചിലപ്പോൾ മരങ്ങളിലൂടെ ആയിരിക്കുമ്പോൾ താഴത്തേക്ക് ഇറങ്ങുക. മനുഷ്യ ശരീരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനുഷ്യനത് കൊള്ളുക. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് വോൾട്ടേജാണ് ഇടിമിന്നലിൽ ഉണ്ടാകുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയിൽ വെറും 230 വോൾട്ടേജാണ് ഉണ്ടാവുക അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇത്രയും ഡിഫറൻസാണ്. ഇങ്ങനെ ഇത്രയും അതിശക്തമായ പ്രവാഹം കാരണം വായുപാളികളിൽ ഉണ്ടാകുന്ന തരംഗങ്ങളാണ് ശബ്ദമായി നാം കേൾക്കുന്ന ഇടി. മിന്നലുണ്ടാകുമ്പോൾ വായുവിൻ്റെ താപനില വല്ലാതെ ഉയരും. അങ്ങനെ ഈ വായു ഉയർന്ന ചൂട് കാരണം അത്യധികം വികസിച്ച് വേഗം ചലിക്കും. അതിൻ്റെ ശബ്ദമാണ്, അലയാണ് ഇടി എന്ന് പറയുന്നത്. മിന്നലുണ്ടാകുന്ന സ്ഥലത്തെ വായുവിൻ്റെ സാന്ദ്രത പെട്ടെന്ന് നന്നേ കുറയുന്നു. ഈ കുറയുന്ന സ്ഥലത്തേക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്ന് വായു വളരെ വേഗം ഇടിച്ചു കയറുന്നു. ആ ഇടിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന അലകളും ഇടിമുഴക്കം സൃഷ്ടിക്കുന്നുണ്ട്. ഇതാണ് ഇടി മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ വീക്ഷണം. സത്യത്തിൽ ഇടിയും മിന്നലും ഒരേ സമയം തന്നെയാണ് ഉണ്ടാവുന്നത്. ഏതാണ്ട് ഒരേ സമയം തന്നെയാണ് രണ്ടും ഉണ്ടാകുന്നത്. പക്ഷേ പ്രകാശത്തിൻ്റെ വേഗത വളരെ കൂടുതലായതിനാൽ നാം ആദ്യം മിന്നലിൻ്റെ വെളിച്ചം കാണുന്നു, പിന്നെ ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. അതാണ് വ്യത്യാസം. ഏതായാലും ഇടി, മിന്നൽ, മേഘം, മഴ, ഇതിനൊക്കെ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ കാരണങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും ആ കാരണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയത് ആരാ? ആ കാരണങ്ങൾ ഒത്തുകൂടുമ്പോൾ അതിനെ സൃഷ്ടിരംഗത്ത് കൊണ്ടുവരുന്നത് ആരാ? അള്ളാഹുവാണ്, വേറെ ആരുമല്ല. അല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു തആല നിശ്ചയിച്ചു വെച്ച നിലവിൽ കണ്ടുവരുന്ന ചില നടപടിക്രമങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ന കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നോ ഇന്ന കാര്യങ്ങൾക്ക് ഇന്നതാണ് കാരണങ്ങളെന്നോ പറയുകയല്ലാതെ പുതിയ കാര്യകാരണ ബന്ധങ്ങൾ ഏർപ്പെടുത്താൻ മനുഷ്യർക്കോ ശാസ്ത്രത്തിനോ കഴിയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനവും വ്യവസ്ഥയും നടപടിക്രമവും അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം അവൻ്റെ സൃഷ്ടിയാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നതിലും മറ്റും തർക്കം തുടരുകയാണ് അവിശ്വാസികളായ ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അള്ളാഹുവാണ് ഈ ഇടിയും മിന്നലുമൊക്കെ സൃഷ്ടിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയാണ് എന്ന് ആ സൃഷ്ടിച്ച തമ്പുരാൻ പറയുന്നു. നമ്മൾ വിശ്വാസികൾ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം ബുദ്ധിയില്ലാത്ത ജീവികൾ മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കൾ പോലും അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇടിയും മിന്നലൊക്കെ വാഴ്ത്തുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാനാകില്ല എന്ന് അള്ളാഹു തആല വേറൊരു സ്ഥലത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അല്ലേ? സൂറത്തുൽ ഇസ്രാ 44-ലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വേറെയും ഒരുപാട് സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ നൂർ 41-ലുണ്ട്, സൂറത്തുൽ ഹശ്ർ 24-ലുണ്ട്, സൂറത്തുൽ ജുമായിലുണ്ട്, 1-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ അംബിയ 79-ലുണ്ട്, സൂറത്ത് സ്വാദ് 18-ലുണ്ട്. ഇവിടൊക്കെ ഇത് സംബന്ധമായ പരാമർശങ്ങൾ. അപ്പോൾ എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുവരെ ഇടിയും അള്ളാഹുവിന് പരിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. 1-ാമത്തെ ആയത്ത് നോക്കാം. അലിഫ് ലാം മീം റാ. നമ്മളിതിനെക്കുറിച്ച് പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളാണ്, അല്ലേ? ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം റാ. തിൽക ആയാതുൽ കിതാബ് വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. അൽ ഹുറൂഫുൽ മുഖത്തഅ, കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽപ്പെട്ട ഒന്നാണ് സൂറത്തുർ റാഅദ്. ഇതിൻ്റെ ആശയം മുമ്പ് നമ്മൾ വിശദമായി പല സൂറകളുടെയും സൂറത്തുൽ ബഖറ അടക്കമുള്ള സൂറത്തുകളുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹു തആല ഇവിടെ പറയുന്നത് ഈ ഖുർആനിക സൂക്തങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദൗർബല്യമോ സന്ദേഹങ്ങളോ സംശയമോ ഇതിലുണ്ടാകാൻ പാടില്ല. ഇതാണ് ആദ്യമായി പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന അള്ളാഹുവിങ്കിൽ നിന്ന് തൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കിട്ടുന്ന ഈ പവിത്രമായ സൂക്തങ്ങൾ സത്യസന്ധം തന്നെയാണ് എന്ന് കുറച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് ബോധ്യമാവും. പക്ഷെ ആരും അത് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ബഹുഭൂരിഭാഗം ആളുകളും അത് ശ്രദ്ധിക്കാതെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ വിശ്വാസികളാവാത്തത്. നോക്കൂ ആയത്ത്, തിൽക ആയാത്തുൽ കിതാബ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ വാക്യങ്ങളാണിത്. തിൽക ആയാത്തുൽ കിതാബ്, അള്ളാഹുവിൻ്റെ മഹത്താ ഗ്രന്ഥത്തിലെ വാക്യങ്ങളാണിത്. വല്ലദീ ഉൻസില ഇലൈക മിൻ റബ്ബിക്കൽ ഹഖ്, രക്ഷിതാവിങ്കിൽ നിന്ന് താങ്കൾക്ക് അവതീർണമായിട്ടുള്ളത് സത്യമാകുന്നു. വല്ലദീ ഉൻസില ഇലൈക, അങ്ങേക്ക് അവതീർണമായത് അവതരിപ്പിക്കപ്പെട്ടത്, മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൻ്റെ ഭാഗത്തു നിന്ന്, അത് അൽ ഹഖു, അത് സത്യം തന്നെയാണ്. പക്ഷേ വലാകിന്ന, പക്ഷേ അക്തറന്നാസി, അധിക ആളുകളും ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ ആയത്തിലേക്ക് നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് അവിശ്വസിക്കാനും അവനയച്ച പ്രവാചകനെ നിഷേധിക്കാനും എങ്ങനെയാണ് ശരിക്ക് ചിന്തിക്കുന്നൊരു മനുഷ്യന് കഴിയുക? അള്ളാഹുവിൻ്റെ അജയ്യതയിലേക്കും സൃഷ്ടിവൈഭവത്തിലേക്കും പ്രപഞ്ചത്തിൻ്റെ ആധിപത്യത്തിലേക്കും വിരൽ ചൂണ്ടുന്ന വഴിതെളിക്കുന്ന എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ബുദ്ധിജീവിയായ മനുഷ്യന് മുമ്പിലുള്ളത്. അത്ഭുതകരമായ ചിന്തോദ്ദീപകമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ മാത്രമാണ് അല്ലാഹു തആല ഇനി ഇവിടെ അടുത്ത ആയത്തിൽ എടുത്തു പറയുന്നത്. ഒന്നാമതായി പറയുന്നത് ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണ്. ആകാശം ഇതാ തൂണുകളില്ലാതെ ഉയർന്നു നിൽക്കുന്നു, ആർക്കും അത് കാണാം. രണ്ടാമത് പറയുന്നത് അള്ളാഹുവിൻ്റെ സിംഹാസനമായ അർശിനെ കുറിച്ചാണ്. സൂര്യനെയും ചന്ദ്രനെയും മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി വിധേയമാക്കിയതാണ് മൂന്നാമതായി പറയുന്ന കാര്യം. അത്ഭുതകരമായ ഇത്തരം കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹുവിന് മനുഷ്യനെ മരിച്ചതിന് ശേഷം പുനഃസൃഷ്ടിക്കുക എന്നത് ഒട്ടും പ്രയാസകരമല്ല. ഇതാണ് അള്ളാഹു തആല പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും ഒക്കെ മനുഷ്യൻ്റെ ഉപയോഗങ്ങൾക്കായി അള്ളാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്, വിധേയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. നിശ്ചിതമായ വ്യവസ്ഥാപിതമായ രീതിയിലാണ് ആ പ്രാപഞ്ചിക സംഗതികളൊക്കെ, സെലസ്റ്റിയൽ ബോഡികളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എത്ര പ്രതിഭാസങ്ങളാണുള്ളത്. മനുഷ്യനിതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അങ്ങനെ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ ആയത്തിലും ശേഷമുള്ള ആയത്തുകളിലുമായി പറയുന്ന നിത്യസത്യങ്ങളായ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് എന്തിനാണെന്നോ, മരണാനന്തരം നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം, അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ വിശദീകരിച്ചു തരുന്നത്. നോക്കാം രണ്ടാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. അല്ലാഹു ആരാണ്? അല്ലാഹു അല്ലദീ റഫഅ അസ്സമാവാത്, ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു, ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെ. അമദ് എന്ന് പറഞ്ഞാൽ തൂണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെ അള്ളാഹു തആല ആകാശത്ത് ഉയർത്തി, അവനാണ് അള്ളാഹു. പിന്നെയോ സുമ്മ ഇസ്തവഅ അലൽ അർശ്, തുടർന്ന് അവൻ സിംഹാസനാധിപത്യമേൽക്കുകയും ചെയ്തു. വസഖറ ശംസ, സൂര്യനെ കീഴ്പ്പെടുത്തി തന്നു നിങ്ങൾക്ക്, വൽ ഖമറ, ചന്ദ്രനെയും, കുല്ലുൻ, ഇതൊക്കെ സൂര്യനും ചന്ദ്രനും മറ്റുമൊക്കെ, യജ്രി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ലി അജലിൻ മുസമ്മ, ഒരു നിശ്ചിത കാലാവധി വരെ, യുദബ്ബിറുൽ അംർ, അല്ലാഹു തആല കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, യുഫസ്സുലുൽ ആയാത്ത്, കാര്യങ്ങൾ അവൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിന്? ലഅല്ലക്കും, നിങ്ങളാവാൻ വേണ്ടി, ബിലിഖാഇ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന്, തൂഖിനൂൻ, ദൃഢവിശ്വാസമുള്ളവരാകാൻ വേണ്ടി. യുഫസ്സുലുൽ ആയാത്ത് ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങളുടെ നാഥനുമായുള്ള പാരത്രിക കൂടിക്കാഴ്ചയെക്കുറിച്ച് നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരായിരിക്കാനായി അല്ലാഹു തആല നിങ്ങൾക്ക് ആയാത്തുകൾ തഫ്സീൽ ചെയ്തു തരികയാണ്, പ്രതിപാദിച്ചു തരികയാണ്, വിശദീകരിച്ചു തരികയാണ്. അതിനാണ് വിശദീകരിക്കുന്നത്. അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾ കാണുന്ന തൂണുകളില്ലാതെ. ഈ അർത്ഥമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, അല്ലേ? ഈ അർത്ഥപ്രകാരം
മനുഷ്യർക്ക് കാണാൻ പറ്റുന്നതല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള തൂൺ ആകാശങ്ങൾക്കുണ്ടായിരിക്കാം. അതായത് അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവ്, ഖുദ്റത്ത് എന്ന് നമുക്ക് പറയാം. ആകർഷണ ശക്തിയാണ് ഉദ്ദേശമെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ആ തൂണ് എന്ന് പറഞ്ഞാൽ ആകർഷണ ശക്തിയാണ്. ഗ്രാവിറ്റി എന്നൊക്കെ പറയില്ലേ, ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അതിന് ആകർഷണ ശക്തി എന്ന് പറയും. എന്താണ് ആ ആകർഷണ ശക്തിയുടെ യാഥാർത്ഥ്യമെന്നോ അത് എവിടെ നിന്ന് വന്നു എന്നോ തീർത്തു പറയാൻ സയൻസിനും കഴിഞ്ഞിട്ടില്ല. അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനത്ത് തെറ്റാതെ ചിന്നിച്ചിതറാതെ നിലനിൽക്കുന്നത് ഈ ആകർഷണ ശക്തിയുടെ ഫലമായിട്ടാണ് എന്ന് ചുരുക്കി പറയുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. പുഷ് ആൻഡ് പുൾ തിയറി എന്നാണ്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിച്ചുകൊണ്ടിരിക്കണം ഓരോന്നും. അതുകൊണ്ടാണ് ഒന്നൊന്നിലേക്ക് ചേരാതെ പിന്നെ അങ്ങനെ നിൽക്കുന്നത്, കൃത്യമായി നിൽക്കുന്നത് എന്നാണ് സയൻസ് പറയാം. രണ്ടും ഇപ്പോൾ രണ്ട് ഗോളങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നൊന്നിലേക്ക് ചേരൂല, രണ്ടും അതിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഇതാണ് സയൻസ് ചുരുക്കി അതിനെ വിശദീകരിക്കുന്നത്. അമദ് എന്നതിൻ്റെ വിശേഷണമായാണ് നമ്മൾ തറൗനഹ എന്ന ക്രിയയെ നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് അമദ് എന്ന തൂണ് എന്നതിൻ്റെ വിശേഷണമായിട്ടാണ് ഈ തറൗനഹ എന്ന ഫീലിനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ അർത്ഥപ്രകാരം വ്യാഖ്യാനിച്ചത്. അതായത് നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ, അമദിൻ്റെ സിഫത്തായിട്ട്, അതിൻ്റെ വിശേഷണമായിട്ട് നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ. അങ്ങനെ വിശേഷണമായിട്ടല്ലാതെ വേറൊരു വാക്യമായിട്ടും അത് വരാവുന്നതാണ്. അപ്പം അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ, എന്നിട്ട് തറൗനഹ എന്നത് വേറെ, അമദുമായി ബന്ധമില്ലാതെ തറൗനഹ എന്ന് വേറെ തന്നെ വരാവുന്നതാണ്. അപ്പം എന്തായിരിക്കും അർത്ഥം വരിക? അള്ളാഹു ആകാശങ്ങളെ തൂണുകൾ കൂടാതെ ഉയർത്തിയവനാണ്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി തറൗനഹ, അങ്ങനെ തൂണുകൾ കൂടാതെ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നു. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയാവാം അപ്പോൾ അർത്ഥം. മറ്റേതങ്ങനെയല്ല, നിങ്ങൾ കാണുന്ന തൂണുകളില്ലാതെ ഉയർത്തി എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പം അങ്ങനെയല്ല, അള്ളാഹു തൂണുകളില്ലാതെ ആകാശത്ത് ഉയർത്തിയിരിക്കുന്നു. തറൗനഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നു. ശരി, ഇങ്ങനെ രണ്ട് നിലക്കും അതിന് തഫ്സീറുണ്ട്. സുമ്മസ്തവ അലൽ അർശ്, അള്ളാഹു സിംഹാസനാധിപത്യം സ്വീകരിച്ചു, അല്ലെങ്കിൽ സിംഹാസനാധിപത്യം ഏറ്റു. ഇതാണ് അതിൻ്റെ വാക്കർത്ഥം അല്ലേ. ഇവിടെ അർശ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ സിംഹാസനം എന്ന് പറയാം. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പദം പ്രയോഗിക്കുന്നത് കേട്ടോ. ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ആറഫ് 54 സൂറത്ത് യൂനുസ് 3 സൂറത്തു സജദ 4 സൂറത്ത് ഹദീദ് 4 അങ്ങനെയൊക്കെയുണ്ട്. അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണം, ഈ ഇസ്തിവാ എങ്ങനെയാണ് എന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഇത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിന് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾക്കോ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾക്കോ രൂപം പറയുകയും ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് ഇസ്തിവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല എല്ലാറ്റിലും സമ്പൂർണമായ ആധിപത്യം ചെലുത്തി എന്നാണ് ഉദ്ദേശം. എല്ലാറ്റിലും സമ്പൂർണമായ ആധിപത്യം ചെലുത്തി, അങ്ങനെ മുസ്ലിങ്ങൾ പറയുക. ചെറുതും വലുതുമായ എല്ലാ സംഗതികളും, ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എല്ലാ സംഗതികളും അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്, നിയന്ത്രണത്തിലാണ്, അതിൽ മാത്രമാണ് നടക്കുന്നത്. അതാണ് ഇസ്തിവാൻ്റെ ഉദ്ദേശം. ഇനി വരുന്ന ആയത്തുകളിൽ നിന്ന് തന്നെ ഈ കാര്യം ശരിക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്തിവ അലൽ അർശ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ആശയം. അള്ളാഹുവിനോട് യോജിച്ച തരത്തിലുള്ളൊരു ഇസ്തിവ ആണത്. അത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുഫ്സിരീങ്ങളൊക്കെ സമ്പൂർണ്ണ ആധിപത്യമേറ്റു, അല്ലെങ്കിൽ ഇസ്തിവ യലീഖു ബിഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തഫ്സീർ പറയുന്നത്. അതിലപ്പുറം നമുക്ക് പറയാൻ കഴിയില്ല. കുല്ലു യജ്രി ലി അജ്ലിൻ മുസമ്മ, ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതതിന് നിശ്ചയിക്കപ്പെട്ട ഓർബിറ്റുകളിൽ നിന്ന്, സഞ്ചാരപഥങ്ങളിൽ നിന്ന് തെറ്റാതെ സ്ഥിതി ചെയ്യുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യവസ്ഥക്ക് അള്ളാഹു തആല ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ അതിങ്ങനെ ഈ അവസ്ഥയിൽ തന്നെ തുടരും. ലോകാവസാനമാകുമ്പോൾ, ഖിയാമം വരുമ്പോൾ ഈ സ്ഥിതിയും വ്യവസ്ഥയും മാറി മറിയും. ഇതാണ് കുല്ലു യജ്രി ലി അജ്ലിൻ മുസമ്മ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇനി നമ്മൾ മൂന്നാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. തൂണുകളില്ലാതെ ആകാശങ്ങളെ ഉയർത്തി വ്യവസ്ഥാപിതമായി സംവിധാനിച്ചത് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിച്ചു അല്ലേ. ഇനി പറയുന്നത് നമ്മൾ മനുഷ്യർ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന, നിത്യേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.
10 ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 5 മൂന്നാമത്തെ ആയത്തിലുണ്ട്, ബാക്കി 5 നാലാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ആ 5 എന്താണെന്ന് നോക്കാം. ഒന്നാമതായി പറയുന്നത് ഭൂമിയെ പരത്തി വിശാലമാക്കി എന്നതാണ്. ഭൂമി സത്യത്തിൽ ഗോളാകൃതിയിലാണ്, പക്ഷേ കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരന്നതാണ്, നിരന്നതാണ്. മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒക്കെ താമസ സൗകര്യത്തിനുവേണ്ടി അള്ളാഹു തആല അതിനെ പരത്തി വിശാലമാക്കി സംവിധാനിച്ചിരിക്കുകയാണ്. രണ്ടാമതായി പറയുന്നത് വലിയ പർവ്വതങ്ങൾ സൃഷ്ടിച്ചതാണ്. ഭൂമിക്ക് ഇളക്കവും ചെരിവും തട്ടാതെ ഉറപ്പിച്ചു നിർത്തുന്ന വലിയ പർവ്വതങ്ങൾ അള്ളാഹു തആല പടച്ചിരിക്കുന്നു. മൂന്നാമതായി പറയുന്നത് പുഴകൾ പടച്ചതാണ്. ദൂരത്തുള്ള ദിക്കുകളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ, അതേപോലെ കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴിവിടാൻ പാകത്തിലൊക്കെ അള്ളാഹു തആല നദികൾ സംവിധാനിച്ചിരിക്കുന്നു. നാലാമതായി പറയുന്നത് പലതരം ഫലവർഗ്ഗങ്ങളും കായ്ക്കനികളും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു. എല്ലാറ്റിലും 2 വീതം ജോഡികളും ഉണ്ടാക്കി തന്നിരിക്കുന്നു. എല്ലാറ്റിലും 2 വീതം ജോഡി ഉണ്ടാവും, ഇണകളുണ്ടാവും. അതായത് വലുത് ചെറുത് അല്ലേ, അതൊരു ജോഡിയാണ്. ചുവപ്പ് വെള്ള കറുപ്പ്, മധുരം പുളി, മുന്തിയത് താണത്, ഉഷ്ണപ്രകൃതമുള്ളത് ശീതപ്രകൃതമുള്ളത്, നാടൻ കാടൻ, ആൺവർഗം പെൺവർഗം, ഇങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പിലല്ലാതെ പല വർഗ്ഗങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം എല്ലാത്തിനും അല്ലാഹു തആല ജോഡികളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. സസ്യങ്ങളടക്കം എല്ലാറ്റിലും 2 ഇണകൾ ഉണ്ട് എന്ന ഈ തത്വം ഇപ്പോൾ മോഡേൺ സയൻസ് സമ്മതിക്കുന്നുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിലേറെ വലിയ തെളിവാണോ അല്ലേ? അഞ്ചാമതായി പറയുന്നത് പകൽ മുഴുവൻ അധ്വാനിക്കുന്ന വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി രാത്രിയെ കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നു. ഇതാണ് 5ാമത്തെ അനുഗ്രഹമായി പറയുന്നത്, ദൃഷ്ടാന്തമായി പറയുന്നത്. പകലങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ രാത്രി വന്ന് അതിനെ ആവരണം ചെയ്യുന്നതായാണ് ആയത്തിൽ ചിത്രീകരിക്കുന്നത്. സത്യത്തിൽ ഇരുട്ടാവുന്നത് പെട്ടെന്ന് അങ്ങോട്ട് സ്വിച്ച് ഇട്ടതുപോലെ ഇരുട്ടാകുകയല്ലല്ലോ ചെയ്യുക, ക്രമേണ ഇരുട്ട് പരക്കുകയാണ്. ഇതിലൊക്കെ ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുണ്ട്. നിങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. നോക്കൂ, 3ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ മദ്ദൽ അർള വജഅല ഫീഹാ റവാസിയ വഅൻഹാറ വമിൻ കുല്ലി ثمرات ജഅല ഫീഹാ സൗജൈൻ ഇത്നൈൻ യുഗ്സിൽ ലൈല النهار ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. വഹുവ അല്ലാഹു അല്ലദീ അവൻ ഒരുത്തനാണ്. എങ്ങനെയുള്ളവനാണ് അവൻ? മദ്ദൽ അർള്, ഭൂമിയെ അവൻ വിശാലമാക്കി തന്നിരിക്കുന്നു. വഹുവല്ലദീ മദ്ദൽ അർള്, അവനാണ് ഭൂമിയെ വിശാലമാക്കിയത്, നീട്ടിപ്പരത്തിയത്. വജഅല ഫീഹാ, ആ ഭൂമിയിൽ അവൻ സംവിധാനിച്ചിരിക്കുന്നു. റവാസിയ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ. റവാസിയ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ. പിന്നെയോ അൻഹാറൻ, പുഴകളും നദികളും. അപ്പോൾ മറ്റു മനുഷ്യർക്കും മറ്റു ജീവികൾക്കും സുഖമായി താമസിക്കത്ത വിധം ഭൂമിയെ വിശാലമാക്കിയത് അള്ളാഹുവാണ്. അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും നദികളും സൃഷ്ടിച്ചതും അവനാണ്. പിന്നെയോ വമിൻ കുല്ലി ثمرات, മുഴുവൻ പഴങ്ങളിൽ നിന്നും ഫലവർഗ്ഗങ്ങളിൽ നിന്നും ജഅല ഫീഹാ, അവൻ അതിൽ 2 വീതം ജോഡികൾ ഉണ്ടാക്കി. സൗജൈനി ഇത്നൈനി, 2 വീതം ജോഡികൾ ഉണ്ടാക്കി. ജഅല ഫീഹാ, ആ എല്ലാത്തരം പഴങ്ങളിലും അള്ളാഹു ഉണ്ടാക്കി. സൗജൈനി ഇത്നൈൻ, 2 വീതം ഇണകൾ, 2 ജോഡികൾ. പിന്നെയോ യുഗ്സിൽ ലൈല النهار, രാത്രി കൊണ്ട് അവൻ പകലിനെ ആവരണം ചെയ്യുന്നു, മൂടുന്നു. ഇന്ന ഫീ ദാലിക, ഇതിലൊക്കെയുണ്ട് ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുന്നവർക്ക്, അല്ലാത്തവരെ കുറിച്ച് എന്ത് പറയാനാ അല്ലേ? ശരി, ഇനി 4ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 10 ദൃഷ്ടാന്തങ്ങളിൽ ബാക്കിയുള്ള 5 ദൃഷ്ടാന്തങ്ങളാണ് ഇനി 4ാമത്തെ ആയത്തിൽ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? 6ാമത്തെ ദൃഷ്ടാന്തം അടുത്തടുത്തും തൊട്ടടുത്തും സ്ഥിതി ചെയ്യുന്ന, അടുത്തടുത്തും തൊട്ടും സ്ഥിതി ചെയ്യുന്ന, അതോടൊപ്പം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഭൂപ്രദേശങ്ങൾ അല്ലാഹു തആല ഏർപ്പെടുത്തി അല്ലേ? സംഭവമൊക്കെ ഭൂമി തന്നെയാണ്. അടുത്തടുത്ത് ഭൂമികൾ ഉണ്ടാവും, തൊട്ടടുത്ത് പ്ലോട്ടായിരിക്കും, പക്ഷെ അവിടുത്തെ മണ്ണ് വേറെ കോലത്തിലേക്കാണ്, വേറെ സ്വഭാവമായിരിക്കും ആ ഭൂപ്രദേശങ്ങൾക്കുള്ളത്. അപ്പോൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന എന്നാൽ വ്യത്യസ്ത സ്വഭാവങ്ങളുടെ ഭൂപ്രദേശങ്ങൾ സംവിധാനിച്ചത്, അത് വലിയ ദൃഷ്ടാന്തമാണ്.
പല തരത്തിലുള്ള ഭൂമിയുണ്ട്. ഫലഭൂയിഷ്ടമുണ്ട്, അല്ലാത്തതുണ്ട്, ഉറപ്പുള്ള ഭൂമിയുണ്ട്, ഉറപ്പില്ലാത്തതുണ്ട്, കൃഷിഭൂമി, തരിശുനിലം, ഉൽപാദനയോഗ്യം അല്ലാത്തത്, മരുഭൂമി, വനഭൂമി, മണൽ പ്രദേശം, ചളിപ്രദേശം, വിവിധതരം കല്ലുകളും പാറകളും നിറഞ്ഞ കോറിപ്രദേശം, ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലാണ് ഭൂപ്രദേശങ്ങളുള്ളത്. നമുക്ക് അടുത്തടുത്തായിരിക്കും, എന്നാലും വ്യത്യാസം വരുന്നത് അല്ലേ. ഭൂമി അങ്ങനെ പരന്നു കിടക്കുകയാണ്. ഭൂമിയെ സൃഷ്ടിച്ച മൂലധാതുക്കളെല്ലാം ഒന്നാണ്. എന്നിട്ടും ഓരോ ഭാഗത്തിനും ഓരോ പ്രത്യേകതയാണ്. ഓരോ ഭാഗത്തിനും വിവിധ ഉപയോഗമാണ്. ഒരിടത്ത് ഒരു ചെടി വളരുമെങ്കിൽ മറ്റൊരിടത്ത് വേറൊരു ചെടിയാണ് വളരുക. ചില ചെടികൾ എവിടെയും വളരൂല അല്ലേ. ഓരോ സ്ഥലത്തെയും മണ്ണിന് വ്യത്യസ്ത ക്വാളിറ്റികളാണ്. ഇത് വലിയ ദൃഷ്ടാന്തമാണ്. ഏഴാമതായി പറയുന്നത്, പല ജാതികളും ഇനങ്ങളും ഉള്ള മുന്തിരിത്തോട്ടങ്ങൾ, ഈത്തപ്പനത്തോട്ടങ്ങൾ പോലെയുള്ളവ അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എട്ടാമതായി പറയുന്നത്, ഈത്തപ്പനകളിൽ തന്നെ പലതരം നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. ഒരേ മുരടിൽ നിന്ന് ഒന്നിലധികം ശാഖകൾ ഉണ്ടായി കൂട്ടമായി വളരുന്ന ഈത്തപ്പനകളുണ്ട്, ഒറ്റത്തടി മാത്രമായി വളരുന്ന ഈത്തപ്പനകളും ഉണ്ട്. ഇങ്ങനെ അത് വ്യത്യാസപ്പെടുത്തിയത് ദൃഷ്ടാന്തമാണ്. ഇവിടെ അറബികൾക്ക് സുപരിചിതം എന്ന നിലക്കാണ് ഈത്തപ്പന പറഞ്ഞത് അല്ലേ. ഈത്തപ്പനയിലുള്ള ചില വ്യത്യാസം അല്ലാഹു തആല പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാടുകളിലും ഇതേപോലെയുണ്ട്. പപ്പായ, ഈന്ത്, ഇങ്ങനെയുള്ള ചില മരങ്ങളിൽ ഇങ്ങനെ കാണാറുണ്ട്. അതായത് അപൂർവമാണെങ്കിലും ചിലപ്പോഴൊക്കെ തെങ്ങിലും കവുങ്ങിലും ഇങ്ങനെ കാണാറുണ്ട്. അതായത് ഒറ്റ വിത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ മുരടിൽ നിന്ന് ഒന്നിലധികം തണ്ടുകളും മറ്റുമൊക്കെ ഉണ്ടായി ഇങ്ങനെ വളർന്നു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒറ്റ തണ്ടായിട്ട് തന്നെ വളരുകയും ചെയ്യും അല്ലേ. ആട്ടെ, ഒമ്പതാമതായി പറഞ്ഞ ദൃഷ്ടാന്തം, ഈ പറഞ്ഞ സസ്യലതാദികളും മറ്റുമൊക്കെ ഒരേ വെള്ളം കൊണ്ടാണ് നനക്കുന്നത്. അല്ലാഹു തആല ഒരേ ടൈപ്പ് വെള്ളമേ ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളൂ. ആ ഒരേ തരം വെള്ളം കൊണ്ടാണ് നനക്കുന്നത്. എങ്കിലും എല്ലാ പഴങ്ങളും ഒരേ രൂപത്തിലല്ലാതെ മേൽ പറഞ്ഞതുപോലെ വ്യത്യസ്ത രൂപങ്ങളിലായി വളരുന്നു. ഒരേ തരം വെള്ളം കിട്ടുമ്പോൾ ഒരേപോലെ വളരണ്ട, അങ്ങനെയല്ല. ഓരോന്നും വ്യത്യസ്ത രൂപത്തിലാണ് വളരുന്നത്. പത്താമതായി പറയുന്ന ദൃഷ്ടാന്തം, ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഓരോന്നിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങളും പഴങ്ങളും ഒരേ തരം ഗുണങ്ങളുള്ളതല്ല. ഒരേ വെള്ളം കൊണ്ടാണ് നനക്കുന്നതെങ്കിലും ഒരേ തരം ഗുണങ്ങളുള്ളതല്ല. ചിലതിന് കൂടുതൽ മെച്ചമുണ്ട്, ക്വാളിറ്റി കൂടുതലുണ്ട്, കുറവുണ്ട്, സ്വാദിന് വ്യത്യാസമുണ്ട്. ഒന്ന് മധുരമാണ്, മറ്റേത് പുളിയാണ്. ഗുണത്തിൽ വ്യത്യാസമുണ്ട്, പോഷകത്തിൽ വ്യത്യാസമുണ്ട്, രുചിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്, വലിയ ദൃഷ്ടാന്തങ്ങളല്ലേ. ഒക്കെ ഭൂമിയിലാണ് ഉണ്ടാകുന്നത്, മണ്ണിലാണ് ഉണ്ടാകുന്നത്. എല്ലാത്തിനും കിട്ടുന്ന വെള്ളം ഒന്നാണ്, എന്നിട്ടും വ്യത്യസ്ത ടേസ്റ്റുകളാണ്. സുബ്ഹാനല്ലാഹ്, സാമാന്യമായി ചിന്തിച്ചാൽ തന്നെ ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണല്ലോ അല്ലെ. നല്ല മധുരമുള്ള പഴവും നല്ല പുളിയുള്ള പഴവും തൊട്ടാണ് വളരുക. നല്ല മധുരമുള്ളതും നല്ല പുളിയുള്ളതും തൊട്ട് ഒരേ ഭൂമിയിൽ വളരും. രണ്ടും അടുത്തടുത്ത് നിൽക്കുന്ന മരങ്ങളിലാണ് കായ്ക്കുക. ചിലപ്പോൾ ഒറ്റ വിത്തിൽ നിന്ന് തന്നെ പല മുളകളും പൊട്ടി പല ചെടികൾ വളരും. ചിലത് കതിര്, ചിലത് പതിര്, ചിലതിൽ ഫലം കൂടുതൽ, ചിലതിൽ ഫലം കുറവ്. ഇതൊക്കെ നനക്കുന്നത് ഒരേ വെള്ളമാണ് താനും. ഒരേ വെള്ളം കൊണ്ട് എല്ലാവരും നനക്കുന്നത്. എല്ലാവർക്കും വെള്ളം H2O എന്നല്ല, ആ വെള്ളം അത് തന്നെയാണ് ലോകത്ത് മൊത്തമുള്ളത്. അതുകൊണ്ടാണ് എല്ലാം നടക്കുന്നത്. മധുരമുന്തിരിയും കൈപ്പക്കയും കൊടുമ്പുളിയും ഒക്കെ ഒരേ മണ്ണിൽ ഒരേ ജലസേചനം വഴിയാണ് വളരുന്നത്. ഇത്തരം ഓരോന്നിലും രുചി കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. എന്തുകൊണ്ടാണ് ഈ നാനാത്വം ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നത്? ചിന്തിച്ചു നോക്കണ്ടേ. അപ്പോൾ നിത്യേന മനുഷ്യരായ നമ്മൾ കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ഓരോന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ കഴിവും മഹത്വം മനസ്സിലാക്കി തരികയാണ്. അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ ഇടപെടലില്ലാതെ ഇതെല്ലാം സ്വയം അങ്ങ് ഉണ്ടാകുന്നതാണ് എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. ഈ ലോകം പടച്ച, ലോകം നിയന്ത്രിക്കുന്ന തികഞ്ഞ തന്ത്രജ്ഞനായ ഒരു നിയന്താവ് ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്നത് തീർച്ചയാണ്. അവനാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു എന്ന് നമ്മൾ വിളിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. നോക്കൂ, 4-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഫിൽ അർളി ഖിതഉൻ മുതജാവിറാതുൻ വജന്നാതുൻ മിൻ അനാബിൻ വസറഉൻ വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാൻ ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. وفي الأرض ഭൂമിയിലുണ്ട് ഖിതഉൻ വിവിധ കാണ്ഡങ്ങളുണ്ട്, മുതജാവിറാത്തുൻ തൊട്ടുരുമ്മി നിൽക്കുന്ന, അടുത്തടുത്ത് നിൽക്കുന്ന,
വഫിൽ അർളി ഖിതഉൻ മുതജാവിറാത്തുൻ, ഭൂമിയിൽ തൊട്ട് തൊട്ട് കിടക്കുന്ന പല കഷ്ണങ്ങളുമുണ്ട്, പല ഭൂപ്രദേശങ്ങളുമുണ്ട്. ഖിതഉൻ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ എന്നാണ് ശരിക്കും അർത്ഥം. എന്നാൽ ഭൂമിയുടെ ചില കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശങ്ങൾ എന്നർത്ഥം. പിന്നെ അതിലെന്തുണ്ട്? വജന്നാത്തുൻ, തോട്ടങ്ങളുണ്ട്. മിനാനാബിൻ, മുന്തിരികളാലുള്ള, അപ്പം മുന്തിരിത്തോട്ടങ്ങളുണ്ട്. പിന്നെയോ വസറുൻ, വ്യത്യസ്ത കൃഷികളുണ്ട്. വനഖീലുൻ, ഈത്തപ്പനകളുണ്ട്. ഈത്തപ്പനകൾ എങ്ങനെയൊക്കെയാണ്? രണ്ട് തരം ഈത്തപ്പനകൾ. സിൻവാനുൻ വഗൈറു സിൻവാനിൻ. സിൻവാനു എന്ന് പറഞ്ഞാൽ ഒറ്റയായി വളരുന്ന, വഗൈറു സിൻവാൻ എന്ന് പറഞ്ഞാൽ കൂട്ടമായി വളരുന്ന എന്ന് പറഞ്ഞാൽ ഒറ്റ തടിയിൽ നിന്ന് തന്നെ വ്യത്യസ്ത തടികൾ ഉണ്ടായിട്ട് ഇങ്ങനെ വളരുന്നതാണ് ഗൈറു സിൻവാൻ. സിൻവാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ തടിയായി വളരുന്ന ഈത്തപ്പന. അപ്പോൾ വനഖീലുൻ സിൻവാനുൻ എന്ന് പറഞ്ഞാൽ ഒറ്റയായി വളരുന്ന ഈത്തപ്പനകളുണ്ട്. ഗൈറു സിൻവാനിൻ, ഒറ്റയല്ലാതെ കൂട്ടമായി വളരുന്ന ഈത്തപ്പനകളുമുണ്ട്. നേരത്തെ നമ്മൾ വിശദീകരിച്ച പോലെ വ്യത്യസ്ത തടികളായിട്ട് ഒന്നിൽ നിന്നാണ് അതൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഉണ്ടാവുക. ഇതൊക്കെ യുസ്ഖാ ബിമാഇൻ വാഹിദിൻ, യുസ്ഖാ ഇവയൊക്കെ നനക്കപ്പെടുന്നു ബിമാഇൻ വാഹിദിൻ, ഒരൊറ്റ വെള്ളം കൊണ്ട്, ഒരേ ജലം കൊണ്ട്. അല്ലേ, നേരത്തെ പറഞ്ഞ ഒരൊറ്റ ജലം കൊണ്ടാണ് ഇതൊക്കെ നനക്കപ്പെടുന്നത്. എന്നിട്ടും വനുഫദ്ദിലു ബഅ്ളഹ അലാ ബഅ്ളിൻ ഫിൽ ഉക്ൽ, ചിലതിൻ്റെ രുചി മറ്റു ചിലതിനേക്കാൾ നാം വിശിഷ്ടമാക്കുന്നു. വനുഫദ്ദിലു, നാം വിശിഷ്ടമാക്കുന്നു, ബഅ്ളഹ, അതിൽ ചിലതിൻ്റെ രുചി, അലാ ബഅ്ളിൻ, മറ്റു ചിലതിനേക്കാൾ, ഫിൽ ഉക്കുലി, രുചിയിൽ. അത് തിന്നുമ്പോൾ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് നമ്മൾ തിന്നുമ്പോൾ എന്താവും, അതിൻ്റെ രുചിയിൽ ചിലതിനേക്കാൾ വ്യത്യാസം ഉണ്ടാവും. സംഭവം ഒരേ ഭൂമിയിലാണ്, പിന്നെ ഒരേ വെള്ളം കൊണ്ടാണ് നനക്കുന്നത്, ഒക്കെ അങ്ങനെ തന്നെ. യാ അല്ലാഹ്. അപ്പോൾ വനുഫദ്ദിലു ബഅ്ളഹ അലാ ബഅ്ളിൻ ഫിൽ ഉക്ൽ, ചിലതിൻ്റെ രുചി മറ്റു ചിലതിനേക്കാൾ നാം വിശിഷ്ടമാക്കുന്നു. ഇന്ന ഫീ ദാലിക, ഈ തീർച്ചയായും ഇതിലൊക്കെയുണ്ട്, ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിഖൗമിൻ യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്. അടുത്ത ആയത്തിലേക്ക് കടക്കാം, 5-ാമത്തെ ആയത്തിലേക്ക്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെ ആർക്കു വേണ്ടിയാണ് അല്ലാഹു തആല ഇവിടെ തയ്യാറാക്കിയത്? ആർക്കു വേണ്ടിയാണ് തയ്യാറാക്കിയത്? പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടിയാണോ? അല്ല, മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന് വേണ്ടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നൽകി വളർത്തി പരിപാലിച്ച് അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും മരവും എല്ലാം ഒരുപോലെയാണ് എന്നും എല്ലാവരും മണ്ണായി പോകുമെന്നും പറയാൻ കഴിയുമോ? ബുദ്ധി അത് സമ്മതിക്കുമോ? അതാണ് ഖുർആൻ ചോദിക്കുന്നത്. എല്ലാവരും അങ്ങോട്ട് മണ്ണായാണ് പോയി അതുകൊണ്ട് തീരുകയാണോ ചെയ്യുക? അല്ല, എല്ലാവരും മണ്ണിനോട് ചേരും. പക്ഷെ മനുഷ്യരെ അല്ലാഹു തആല പുനർജീവിപ്പിക്കും. ജീവികളെയും അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ പുനർജീവിപ്പിക്കുമെന്നാണ്. എന്നിട്ട് അവരോട് പരസ്പരം പ്രതികാരം എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവസരം കൊടുത്തിട്ട് പിന്നെ അവരോട് മണ്ണായി പോകാൻ പറയും. മനുഷ്യർക്ക് പിന്നെ വിചാരണയും സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാവും. അല്ലാതെ എല്ലാ ജീവികളും മനുഷ്യരും മറ്റു ജീവികളൊക്കെ ഒരേപോലെയാണ് ഈ കാര്യത്തിൽ എന്ന് പറയാൻ പറ്റുമോ? അല്ല, മനുഷ്യന്മാർക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചത്, മനുഷ്യന്മാർക്ക് ചില ലക്ഷ്യങ്ങൾ അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിൽ ഉണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. അപ്പം ശരിയായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ എല്ലാവരും ഒരുപോലെയാണ് എന്ന് സമ്മതിക്കാൻ കഴിയില്ല. മനുഷ്യന്മാരും മറ്റു പക്ഷി മൃഗാദി സസ്യലതാദികളെ പോലെ അങ്ങോട്ട് മണ്ണായി ഇല്ലാതായി തീരുമെന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് സമ്മതിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് മനുഷ്യന് പുനർജീവിതമുണ്ട് എന്ന് സമ്മതിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്തതിനെല്ലാം പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കണ്ടു കാണുന്നതും അല്ലാത്തതുമെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് നിങ്ങൾ മരിച്ച ശേഷം നിങ്ങൾക്ക് മറ്റൊരു ജീവൻ നൽകാൻ കഴിയുക തന്നെ ചെയ്യും. അതിന് കഴിയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നത് പരമവിഡ്ഢിത്തരമാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ച് അവിടെ തന്നെ വളർന്നു വലുതായ ആളാണ്. വിശ്വസ്തനാണ്, സത്യസന്ധനാണ് എന്ന് എല്ലാവരും എതിരില്ലാതെ സമ്മതിച്ചതുമാണ്. എന്നിട്ടും അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതനായി വന്നപ്പോൾ മുശ്രിക്കുകൾ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇത് വല്ലാത്ത അത്ഭുതമല്ലേ? ശരി, ഇത് അത്ഭുതം തന്നെയാണ്. അതിലേറെ വലിയ അത്ഭുതം വേറുണ്ട്. എന്താണ്? ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അവൻ സർവശക്തനാണ് എന്നൊക്കെ മുശ്രിക്കുകൾ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല വീണ്ടും അവനെ സൃഷ്ടിക്കുക ഇല്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അള്ളാഹു ഉണ്ട് എന്നും ഇതൊക്കെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അള്ളാഹുവാണ് എന്നും മുശ്രിക്കുകൾ സമ്മതിക്കുന്നു. അതോടൊപ്പം മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് പുനർജന്മം ഇല്ല, അള്ളാഹു അവനെ രണ്ടാമത് ജീവിപ്പിക്കില്ല എന്നും ഈ മുശ്രിക്കുകൾ പറയുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങയെ നിഷേധിച്ചു എന്നത് അത്ഭുതം തന്നെയാണ്. അതിലേറെ അത്ഭുതം ഈ പറഞ്ഞതാണ്. ഇതെന്തൊരു വിരോധാഭാസമാണ് അല്ലേ? അള്ളാഹുവിൻ്റെ സർവശക്തിയിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിന് നിങ്ങളെ രണ്ടാമത് പടക്കാൻ കഴിയില്ല എന്ന് പറയുകയും, ഇത് വിരോധാഭാസമല്ലേ? അപ്പം ഇത്തരം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട്
പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസത്തോടെ ചോദിക്കുകയാണ് അവർ. ഏതെങ്കിലും കാര്യത്തെ അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? മനുഷ്യൻ്റെ എല്ലുകളും അസ്ഥികളും ഒക്കെ ദ്രവിച്ച് നശിച്ചു പോയാൽ പിന്നെ പടച്ചവൻ എങ്ങനെ പടക്കാനാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. സൂറത്ത് യാസീനിൽ 78-ാമത്തെ ആയത്തിൽ അതുണ്ട് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. من يحيي العظام, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുക? വഹിയ റമീം, അത് നുറുങ്ങിപ്പോയതിനു ശേഷം. അത് ചോദിക്കുകയാണ്, പരിഹാസത്തോടെ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ബുദ്ധിശൂന്യത അവർ കാണിക്കാനുള്ള കാരണമാണ് പിന്നെ പറയുന്നത്. അതായത് അവർ നിഷേധത്തിൽ മൂടറച്ചു പോയ ആളുകളാണ്. ആ നിഷേധത്തിൻ്റെ ചങ്ങലകളിൽ ബന്ധിതരാണവർ. അതിനവർ അടിമപ്പെട്ടിരിക്കുകയാണ്. അതായത് അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത് എന്ന് ചുരുക്കം. നരകമാണ് അത്തരം ആളുകളുടെ സങ്കേതം. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن تعجب فعجب قولهم أإذا كنا ترابا أإنا لفي خلق جديد أولئك الذين كفروا بربهم وأولئك الأغلال في أعناقهم وأولئك أصحاب النار هم فيها خالدون. وإن تعجب, ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടും അവർ അവിശ്വാസം തുടരുന്നതിൽ താങ്കൾ അത്ഭുതപ്പെടുന്നു എങ്കിൽ, വൈൻ തഅജബ്, താങ്കൾ അത്ഭുതപ്പെടുന്നു എങ്കിൽ, ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടും മക്കളും വിശ്വസിക്കുന്നില്ല, തങ്ങൾക്ക് അത്ഭുതം തോന്നാണ്. ശരി, അത് അത്ഭുതപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടെങ്കിൽ എന്നാൽ അതിലേറെ അത്ഭുതം വേറുണ്ട്. ഫഅജബുൻ ഖൗലുഹും, അവരുടെ വാക്കാണ് വലിയ അത്ഭുതം. വൈൻ തഅജബ്, ഈ നിഷേധത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നു എങ്കിൽ ആയിക്കോട്ടെ. ഫഅജബുൻ ഖൗലുഹും, അതിലേറെ അത്ഭുതകരം എന്താണെന്നറിയോ? ഖൗലുഹും, അവരുടെ വാക്കാണ്. എന്താണ് അവരുടെ വാക്ക്? അയിദാ കുന്നാ തുറാബൻ, ഞങ്ങൾ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ, തുറാബൻ എന്ന മണ്ണ്, ഞങ്ങൾ മണ്ണായി കഴിഞ്ഞാൽ, ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുമോ? അപ്പോൾ മരിച്ചു മണ്ണായി കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുമോ എന്നവരുടെ ചോദ്യമാണ് അതിലേറെ അത്ഭുതകരം. അതാണ് ഫഅജബുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഫൈൻ താജബ്, നിങ്ങൾ അത്ഭുതപ്പെടുന്നുവെങ്കിൽ ഫഅജബുൻ, അതിലേറെ അത്ഭുതകരം എന്താണ്? ഖൗലുഹും, അവരുടെ ഈ പറച്ചിലാണ്. അതിന് കാരണം നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഉലൈക അല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ച ആളുകളാണ്. അവരുടെ റബ്ബിനെ നിഷേധിച്ച കൂട്ടരാണ് അവർ. വഉലൈക അൽഅഗ്ലാലു ഫീ അനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളുണ്ട്. വഉലൈക, അക്കൂട്ടർ അൽഅഗ്ലാലു ഫീ അനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളുണ്ട്. അഗ്ലാൽ എന്ന് പറഞ്ഞാൽ ചങ്ങലകൾ, അനാഖ് എന്ന് പറഞ്ഞാൽ കഴുത്തുകൾ എന്ന് പറഞ്ഞാൽ കഴുത്തുകളിൽ കൂച്ചു വിലങ്ങുകൾ ഉണ്ടാകുന്നവർ അവരാണ്. വഉലൈക, അവർ അസ്ഹാബുന്നാർ, നരകത്തിൻ്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതവാസികളുമാണ്. വഉലൈക അൽഅഗ്ലാലു ഫീ അനാഖിഹിം എന്ന് പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞത് അവർ സത്യനിഷേധത്തിൻ്റെ ചങ്ങലകളിൽ ബന്ധിതരാണ്, അതുകൊണ്ടാണ് വിശ്വസിക്കാത്തത് എന്നാണ് അല്ലേ? ദുനിയാവിലെ കാര്യമാണ് പറഞ്ഞത്. അതേസമയം അവിടെ മറ്റൊരു തഫ്സീറുള്ളത്, കഴുത്തിൽ ചങ്ങലകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വിലങ്ങുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമാണ്, അവസ്ഥയെക്കുറിച്ചാണ് എന്നൊരു തഫ്സീറും ഇവിടെയുണ്ട്. അതായത് നരകത്തിൽ അവർക്ക് എന്തുണ്ടാവും? കഴുത്തിൽ ചങ്ങലകൾ ഉണ്ടാവും. ഇവിടെ ദുന്യാവിൽ അവർ സ്വതന്ത്രമായി കഴിയുന്നു എങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ ആ നരകത്തിൽ നിത്യവാസികളും ആയിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ ഈ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പേജുമായി അടുത്ത ക്ലാസ്സിൽ വരാം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം റബ്ബേ. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ദവാണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് നീ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിറുകൾ, ബന്ധപ്പെട്ടവർ, നീ എല്ലാവർക്കും ഖൈർ നൽകണം റഹ്മാനെ. നിന്റെ ദീനിനും ഇൽമിനും ഖുർആനും ഇഖ്ലാസോടുകൂടി ഖിദ്മത്തിൽ അവസരം നൽകണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ولا دعاء ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.